ഹജ്ജിലെ പ്രധാന കർമ്മങ്ങൾ പൂർത്തിയാക്കി ഹാജിമാർ ഭൂരിഭാഗവും യാത്രയിലാണ്. പ്രധാന കർമ്മങ്ങൾ പൂർത്തിയാക്കിയവരിൽ തമ്പുകളിൽ തിരികെ എത്തിയിട്ടുണ്ട്. 20 കിലോമീറ്ററിലേറെ ദൂരം ഹാജിമാർ ഇന്ന് സഞ്ചരിച്ചതിനാൽ പലരും അവശരാണ്. കൊടും ചൂട് കണക്കിലെടുത്ത കർമ്മങ്ങൾക്കായി ബാക്കിയുള്ള ഹാജിമാരും നീങ്ങുകയാണ്. വിശദമായ വിവരങ്ങളുമായി മിനായിൽ നിന്നും അഫ്താബ് റഹ്മാൻ കൂടി ചേരുന്നു. അഫ്താബ്, എന്തൊക്കെ കർമ്മങ്ങളാണ് ഹാജിമാർ പൂർത്തിയാക്കിയത്? എന്താണ് കാലാവസ്ഥയിലെ സ്ഥിതി? ഇന്ത്യക്കാരെല്ലാം തമ്പുകളിൽ മടങ്ങിയെത്തിയോ? ഹജ്ജിലെ തിരക്ക് പിടിച്ച കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഹാജിമാർ ഇന്ന് ഹജ്ജിന് അർദ്ധവിരാമം കുറിക്കുകയാണ്. എന്ന് വെച്ചാൽ ഭൂരിഭാഗം കർമ്മങ്ങളും ഇന്ന് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഏറ്റവും ശ്രമകരമായ സമയങ്ങളിലൂടെയാണ് ഹാജിമാർ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് അറഫ സംഗമം കഴിഞ്ഞ ശേഷം ഹാജിമാർ കാൽനടയായും ഒപ്പം ബസ് മാർഗവും ട്രെയിൻ മാർഗവുമാണ് മിനായിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇതിനുശേഷം മിനായിലെത്തിയ ശേഷം ഹാജിമാർ കല്ലേറ് കർമ്മം ഇന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം ഇന്ന് ബലി പെരുന്നാൾ ദിനമാണ്. ഒപ്പം ബലികർമ്മം പൂർത്തിയാക്കി അതോടൊപ്പം മുടി മുറിച്ച് ഹാജിമാർ ഹജ്ജിന് അർദ്ധവിരാമം കുറിച്ചുകൊണ്ടിരിക്കുന്നു. സാധ്യമാകുന്ന ഹാജിമാർ പലരും ഇന്ന് കഅബക്കരികിലെത്തിക്കൊണ്ട് ഹജ്ജിൻ്റെ തവാഫ് കർമ്മവും സഅയ്, അതായത് സഫ മർവക്കിടയിലുള്ള പ്രയാണവും ഉൾപ്പെടെ ഇന്ന് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മുഴുവനായിട്ടും എല്ലാ ഹാജിമാരും പൂർത്തിയാക്കിയിട്ടില്ല. ബാക്കിയുള്ളവർ വരും മണിക്കൂറുകളിൽ വരുന്ന 2 ദിവസത്തിനകം അത് പൂർത്തിയാക്കുകയും ചെയ്യും. ഈ ഒരു രീതിയിലാണ് ഇന്ന് കർമ്മങ്ങൾ പൂർത്തിയാക്കിയത്. ഒരു പക്ഷേ ഹജ്ജിൽ ഏറ്റവും കായികാധ്വാനം വേണ്ട മണിക്കൂറുകളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ നിമിഷങ്ങളിലും ഹാജിമാർക്ക് നടന്നു തീർക്കേണ്ട ദൂരങ്ങളുണ്ട്. ഇന്നലെ അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്ക് കാൽനടയായി എത്തിയവരുണ്ട്. മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് വീണ്ടും കാൽനടയായി എത്തിയവരുണ്ട്. അവരിന്ന് അവരുടെ മുഴുവൻ കർമ്മങ്ങളും പൂർത്തിയാക്കി മിനാ തമ്പുകളിൽ തിരിച്ചെത്തുമ്പോൾ ഏതാണ്ട് 30 കിലോമീറ്ററിലധികം ദൂരമാണ് ഓരോ ഹാജിയും ഇങ്ങനെ കാൽനടയായി പോകുന്നവർ തീർത്തുകൊണ്ടിരിക്കുന്നത്. പല ഹാജിമാരും ബസ് മാർഗം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ തരത്തിലാണ് ഇന്ന് കർമ്മങ്ങൾ പൂർത്തിയാക്കി ഹാജിമാർ അവശരായും ഒപ്പം തന്നെ ക്ഷീണിതരായും മിനായിലെ തമ്പുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഈ വർഷം വർദ്ധിപ്പിച്ച സൗകര്യങ്ങൾ മുൻ വർഷങ്ങളും വ്യത്യസ്തമായി നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ തമ്പുകളിലുണ്ടായ വലിയ തോതിലുള്ള ശീതീകരണ സംവിധാനങ്ങൾ അത് ഓരോ ഇടങ്ങളിലും ഹാജിമാർക്ക് ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മളോടൊപ്പം ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹജ്ജിൻ്റെ വേഷങ്ങളിൽ നിന്നും പലരും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കർമ്മങ്ങളാണ് പലർക്കും പൂർത്തിയാക്കാനുള്ളത്. എന്തൊക്കെയാണെന്ന് പൂർത്തിയാക്കിയ കർമ്മങ്ങൾ? ഇന്നലെ അറഫ മുതലുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അറഫയിൽ നിന്ന് ഞങ്ങൾ മുസ്തലിഫയിൽ പോയി അവിടെ രാപ്പാർത്തിട്ട് പിന്നെ ഞങ്ങൾ നടന്നിട്ട് മിനായിലെത്തി. വീണ്ടും തമ്പിൽ വന്നിട്ട് അതോടുകൂടി കല്ലേറ് കർമ്മം കഴിച്ച് വന്ന് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ജംറയിൽ പോയപ്പം തിരക്കുണ്ടോ? ഇല്ല, അപ്പോൾ കാര്യമായ തിരക്കായിട്ടില്ല കാരണം ഞങ്ങൾ അടുത്തായിരുന്നു. ഇപ്പോൾ ഇനി ഹജ്ജിൻ്റെ വേഷത്തിൽ നിന്ന് മാറി തുടങ്ങി. ഇനിയിപ്പോൾ എന്തൊക്കെ രാത്രിയിൽ തവാഫിന് പോകുന്നുണ്ട്. തവാഫിന് രാത്രി 12 മണിക്ക് നടന്നു പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെല്ലാവരും നടന്നു പോയിട്ട് ആ കർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ഷീണമുണ്ട്? നല്ല സുഖകരമായിരുന്നു. വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. രാത്രി നടന്നു വരുന്നതുകൊണ്ട് ചൂടിൻ്റെ കാലാവസ്ഥയിലൊന്നും വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നില്ല. യാത്രയൊക്കെ ഞങ്ങൾ സുഖമായിരുന്നു. നടക്കേണ്ട ചെറിയൊരു ക്ഷീണമുണ്ട്, അത്രയേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ചൂട് അനുഭവപ്പെട്ടോ? അൽഹംദുലില്ലാ, എല്ലാം നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ചൂട് കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ സൗദി ഗവൺമെൻറ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ മറ്റെല്ലാവിധ ഒരുക്കങ്ങളും ഗവൺമെൻറ് ചെയ്തതുകൊണ്ട് നമ്മൾ പേടിച്ച അത്രയും പ്രയാസങ്ങൾ ഉണ്ടായില്ല. എല്ലാം നല്ല ഭംഗിയായി ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ പൂർത്തിയായി ഇനി ഹജ്ജിൻ്റെ ഒരു അവസാനത്തിലേക്ക് നീങ്ങാൻ പോവാണ്. എന്താ തോന്നുന്നത്? കല്ലേറ് കൂടി ഉണ്ട് നടന്നാൽ അത് കഴിഞ്ഞാൽ സംഗതി പൂർത്തിയാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകാനൊരു ഒരുക്കത്താടി. സന്തോഷമായോ കർമ്മങ്ങൾ? എല്ലാം സന്തോഷമായി. പ്രയാസങ്ങളൊന്നും പ്രയാസം ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ എല്ലാം വളരെ സുഖമായിട്ട് ജീവിച്ചു. യാത്രയിലൊക്കെ എന്തെങ്കിലും റിസ്ക് ഉണ്ടായിരുന്നു? ബുദ്ധിമുട്ടുണ്ടായില്ല. വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടായില്ല. എല്ലാം റാഹത്താണ്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം മുതലാണ് ഈ ഒരു തരത്തിൽ വലിയ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഹാജിമാർക്ക് പൂർണ്ണമായും മക്ക ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തരത്തിലുള്ള ഒരു ഹജ്ജിൻ്റെ ക്രമീകരണത്തിലേക്ക് പോയത്. അതിൻ്റെ ഒരു ഗുണം സ്വാഭാവികമായിട്ടും തീർത്ഥാടകർക്ക് ലഭിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഇന്നിപ്പോൾ തവാഫ് കർമ്മം പൂർത്തിയാക്കാനൊന്നും കഴിയാത്ത ഹാജിമാർക്ക് കഅബക്കരികിലേക്ക് പോയിക്കൊണ്ട് അതിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കും. ബാക്കിയുള്ളവർ ഇന്നും ഒരു പക്ഷേ ശാരീരികമായുള്ള പ്രയാസം കൊണ്ടും മറ്റുമൊക്കെ അത് മാറ്റിവെക്കുന്നവരുണ്ട്. അവർക്ക് വരുന്ന 2 ദിവസത്തിനകം അത് പൂർത്തിയാക്കാൻ കഴിയും. തബു, ഇനി എത്ര ഹജ്ജ് ദിനങ്ങൾ ബാക്കിയുണ്ട്? എന്നാകും ഹാജിമാർ മിനായിൽ നിന്നും മടങ്ങുക? അതോടൊപ്പം തന്നെ പിന്നീടുള്ള ചടങ്ങുകളൊക്കെ എന്തൊക്കെയാണ്?
ഇനിയിപ്പോൾ ഹജ്ജ് കർമ്മത്തിൽ ഹാജിമാർക്ക് അവശേഷിക്കുന്നത് കല്ലേറ് കർമ്മമാണ് കാര്യമായിട്ടും ബാക്കിയുള്ളത്. ശനിയാഴ്ച വരെ ആ കർമ്മങ്ങളാണുള്ളത്. നാളെയും ഹാജിമാർ കല്ലേറ് കർമ്മത്തിനായി നീങ്ങും. കല്ലേറ് കർമ്മത്തിനായി നാളെ നീങ്ങുന്ന ഹാജിമാർ അവർ പരമാവധി നട്ടുച്ച സമയത്ത് ചൂടൊഴിവാക്കുവാൻ വേണ്ടി നട്ടുച്ച സമയം ഒഴിവാക്കിക്കൊണ്ടുള്ള സമയക്രമമാണ് മുത്തവീഫുകൾ അവർക്ക് നൽകിയിട്ടുള്ളത്. അതിനനുസരിച്ച് ഈ ഹജ്ജ് കമ്പനികൾ പറയുന്ന നിർദ്ദേശത്തിനനുസരിച്ചാണ് ഹാജിമാർ ഈ കർമ്മങ്ങൾക്കായി പുറപ്പെടുക. അവശേഷിക്കുന്ന ഹാജിമാർ നാളെ കഅബക്കരിയിലെത്തി ത്വവാഫ് കർമ്മം ഉൾപ്പെടെ പൂർത്തിയാക്കും. ബാക്കിയുള്ളവർ മറ്റന്നാൾ പൂർത്തിയാക്കും. നാളത്തോടു കൂടി ഭൂരിഭാഗം ഹാജിമാരും മിനായോട് വിട പറയാനുള്ള ഒരുക്കങ്ങളിലേക്ക് നീങ്ങും. മറ്റന്നാളായിരിക്കും ഭൂരിഭാഗം ഹാജിമാരും മിനായോട് വിട പറയുക. എങ്കിലും ശനിയാഴ്ച വരെ മിനായിൽ തങ്ങുന്നവരുണ്ട്. ശനിയാഴ്ചയോട് കൂടിയായിരിക്കും മലയാളികളടക്കമുള്ള ഹാജിമാർ പൂർണ്ണമായും മിനയോട് വിട പറയുക. അന്നാണ് ഹജ്ജിന് പൂർണ്ണമായിട്ടും സമാപനമാകുന്നത്. പിന്നീടുള്ള ചടങ്ങ് എന്ന് പറയുന്നത് കഅബക്കരികിലെത്തിക്കൊണ്ട് മക്കയോട് വിട പറയുന്ന തവാഫ് കർമ്മമാണ്. അത് ഓരോ ഹാജിമാരുടെ സംഘങ്ങളും ഇവിടെ നിന്നും നാട്ടിലേക്ക് മടങ്ങുന്ന ഷെഡ്യൂളിന് മുന്നോടിയായിട്ടായിരിക്കും ആ കർമ്മം പൂർത്തിയാക്കുക. അതോടുകൂടി ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിരാമമാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ ഏതാണ്ട് 4 ദിവസത്തിനകം ഈ വർഷത്തെ പുതിയ ഉംറ സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. ഹാജിമാർ മടങ്ങുന്നതിന് മുന്നോടിയായി തന്നെ ഉംറ സീസൺ കൂടി ആരംഭിക്കും. അതോടുകൂടി വലിയ തിരക്കിലേക്ക് മക്ക നഗരി പോകും. അതിന് മുന്നോടിയായി തന്നെ പരമാവധി ഹാജിമാരെയും ഹജ്ജിൻ്റെ അനുബന്ധ കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ശ്രമത്തിലാണിപ്പോൾ നിലവിൽ ഭരണകൂടത്തിൻ്റെ ഷെഡ്യൂൾ ആ തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്.